ഇന്ത്യൻ ഭരണഘടനയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും അടിസ്ഥാന വിശ്വാസ്യതയെ തന്നെ ആകെ ഉലയ്ക്കുന്ന അപൂർവവും അതീവ ഗുരുതരവുമായ ഒരു അഴിമതി കേസിനാണ് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടോടെ ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. സാധാരണക്കാരന് അവസാനത്തെ പ്രതീക്ഷയായ ഉന്നത നീതിപീഠത്തിലിരിക്കുന്ന ഒരു ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോടികളുടെ കണക്കിൽപ്പെടാത്ത കള്ളപ്പണം കണ്ടെത്തുക, അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വ്യക്തമായ മറുപടിയില്ലാതെ തപ്പിത്തടയുക എന്നത് കേവലം ഒരു വാർത്തയോ വിവാദമോ മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് മേലും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയ്ക്കും മേലും വീണ മായ്ച്ചാൽ മായാത്ത വലിയൊരു കറയാണ്. നിയമം നടപ്പിലാക്കേണ്ട വ്യക്തി തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായെന്ന ഭയാനകമായ യാഥാർത്ഥ്യത്തിലേക്കാണ് അന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. നിയമത്തിന് മുന്നിൽ ആരും അതിമാനുഷ്യരല്ലെന്ന് തെളിയിക്കുന്നതാണ് പാർലമെന്ററി പാനൽ പുറത്തുവിട്ട വിട്ടുവീഴ്ചയില്ലാത്ത കണ്ടെത്തലുകൾ. തന്റെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ ചാക്കുകളിൽ കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തിയ 500 രൂപ നോട്ടുകളുടെ ഉറവിടം എന്താണെന്നോ അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്നോ വ്യക്തമാക്കാൻ മുൻ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് സാധിച്ചില്ലെന്ന് അന്വേഷണ സമിതി അടിവരയിടുന്നു. അതിലുപരി തീയണയ്ക്കാൻ വന്ന അഗ്നിശമന സേനാംഗങ്ങൾ ഈ പണം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ തെളിവുകൾ സംരക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തുകയും പോലീസോ മറ്റ് ഏജൻസികളോ സീൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ തെളിവുകളിൽ മാറ്റം വരുത്താൻ അവസരമൊരുക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കോടികൾ അപ്രത്യക്ഷമാകുകയും അന്വേഷണ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം നൽകിയ സത്യസന്ധതയില്ലാത്ത വിശദീകരണങ്ങളും അഴിമതിയുടെ ആഴവും ആസൂത്രണവും വ്യക്തമാക്കുകയാണ്. ഈ കേസ് ഉയർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നിയമപരമായ ആശങ്ക നമ്മുടെ രാജ്യത്തെ ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യതയും അവയിലെ പരിശോധനാ സംവിധാനങ്ങളെയും കുറിച്ചാണ്. സുപ്രീം കോടതി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് പാർലമെന്റ് വഴി നീക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് സാങ്കേതികമായി തടിയൂരാൻ രാജിവെച്ചൊഴിയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ രാജിവെച്ചതുകൊണ്ട് മാത്രം വിചാരണയിൽ നിന്ന് തടിയൂരാനാകില്ലെന്നും ജുഡീഷ്യറിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ കുറ്റക്കാരായ ജഡ്ജിമാർക്കെതിരെ കേവലം രാജിക്കപ്പുറം കർശനമായ ക്രിമിനൽ നടപടികൾ തന്നെ വേണമെന്ന പൊതുസമൂഹത്തിന്റെ ആഹ്വാനത്തിന് ഈ അന്വേഷണ റിപ്പോർട്ട് പുതിയ ദിശാബോധം നൽകുകയാണ്.